إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 97-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇന്നല്ലദീന നിശ്ചയമായും ഒരു കൂട്ടർ തവഫാഹുമുൽ മലായികത്ത്, ആ മലക്കുകൾ അവരെ മരണപ്പെടുത്തുന്ന സമയത്ത് പരിപൂർണമായി അവരെ പിടിച്ചെടുക്കുമ്പോൾ ലാലിമി അൻഫുസിഹിം, സ്വദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരുടെ, ആരാണ് സ്വദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചത്? അതായത് ദാറുൽ ഹർബ് എന്ന് അറിയപ്പെടുന്ന അന്നത്തെ മക്ക രാജ്യത്തു നിന്നും ദാറുൽ ഇസ്ലാമിലേക്ക്, മദീനയിലേക്ക് ഹിജ്റ പോകാൻ വിസമ്മതിച്ചവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവർ എന്ന് പറയുന്നത്. അവർ ഐഹികമായ ചില ലാഭങ്ങളുടെ അടിസ്ഥാനത്തിൽ, താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ മക്ക മുശ്രിക്കുകളോട് കൂടെ ചേർന്ന് ജീവിക്കാൻ അവർ തീരുമാനമെടുത്തത്. അവർ ഹിജ്റ പോകാൻ മടിച്ചു. അതിനെക്കുറിച്ചാണ് ആ രൂപത്തിലുള്ള ആൾക്കാർ മരണപ്പെടുന്ന അവസരത്തിൽ ഖാലു, അപ്പോൾ ആ മലക്കുകൾ അവരോട് പറയും, ഫീമ കുന്തും, നിങ്ങൾ എന്തൊന്നിലായിരുന്നു, എന്തിലായിരുന്നു, ഏത് നിലപാടിലായിരുന്നു നിങ്ങൾ എന്ന്. ഖാലു, അപ്പോൾ അവർ ആ മരണപ്പെടുന്ന വ്യക്തികൾ പറയും, കുന്നാ, ഞങ്ങൾ മുസ്തദ്അഫീന ഫിൽ അർദ്, ഭൂമിയിൽ ഞങ്ങൾ ദുർബലരായിരുന്നു എന്നൊരു ഒഴിവുകൾ പറയുകയാണ്. സത്യത്തിൽ അവർ ദുർബലരായിരുന്നില്ല. അവർ ചില ഐഹിക താല്പര്യത്തിന്റെ പേരിൽ മടിച്ചു നിന്നതായിരുന്നു. ഖാലു, അപ്പോൾ ആ മലക്കുകൾ പറയും, അലം തക്കുൻ അർളുല്ലാഹി വാസിയ, അല്ലാഹുവിന്റെ ഭൂമി അത് വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു, നിങ്ങൾക്ക് ഹിജ്റ പോകാമായിരുന്നില്ലേ എന്ന് മലക്കുകൾ മറുപടി പറയുകയാണ്. ഫീഹാ, ആ രാജ്യത്തേക്ക്. ഫഉലൈക, അപ്പോൾ അക്കൂട്ടർ, മഅവാഹും ജഹന്നം, അവർക്കുള്ള സംഗീതം ജഹന്നം എന്ന നരകമാണ്. ഈ രൂപത്തിലുള്ള ഈക താല്പര്യത്തിന് വേണ്ടി ഹിജ്റ പോകാതെ മടിച്ചു നിന്ന് സ്വന്തം ദീനിൽ വിട്ടുവീഴ്ച ചെയ്തവർക്കുള്ള ആ നരകമാണ് അവർക്കുള്ള പ്രതിഫലം. അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളായില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടി പഠിപ്പിക്കുന്നത്. വസാഅത്ത് മസീറ, എത്ര ചീത്തയായ ഒരു മടക്ക സ്ഥലമാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.